അതെ നമ്മുടെ ജസ്റ്റ് ഈ വരുന്ന വഴിക്ക് അരുവിയിലൊന്നും ഇറങ്ങിയാണ്. നമ്മൾ അവിടെയാണ് വണ്ടി നിർത്തിയത്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രെക്കിങ്ങിന് പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ വാഴവൻതോൾ വെള്ളച്ചാട്ടം. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത കുറച്ച് പേരും. അപ്പോൾ എന്തായാലും നമുക്ക് നടക്കാൻ തുടരാം. വാഴവൻതോൾ വെള്ളച്ചാട്ടത്തിൽ പോകാനായിട്ട് ബോണക്കാടുള്ള കാണിത്തടം ചെക്ക് പോസ്റ്റിൽ ആദ്യം എത്തുക. അപ്പോൾ അവിടെ നമ്മുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും പിന്നെ കൂട്ടത്തിൽ ഒരാളുടെ ID കാർഡും പിന്നെ എൻട്രി ഫീസായ 1500 രൂപ അടച്ച് ഒരു ടിക്കറ്റ് എടുക്കണം. ഈ 1500 രൂപ എന്ന് പറയുന്നത് 10 പേർക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് വന്നാൽ നമുക്ക് കുറച്ച് കാശ് ലഭിക്കാം. അപ്പോൾ ടിക്കറ്റ് എടുത്ത ശേഷം നമ്മുടെ സ്വന്തം വാഹനത്തിൽ കുറച്ച് ദൂരം നമുക്ക് ഉള്ളിലേക്ക് പോകാം. നമ്മുടെ കൂടെ ഫോറസ്റ്റിൻ്റെ ഒരു ഗൈഡും കൂടി ഉണ്ടാവും കേട്ടോ. മല്ലങ്കാണി ചേട്ടനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുപോകുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ വരും. 1500 രൂപ ആണ് ചാർജ് 10 പേർക്ക്. അപ്പോൾ അതെ നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന അരുവിയാണ് നമ്മുടെ സൈഡിൽ കൂടെ, ഈ റൈറ്റ് സൈഡിൽ കൂടെ പോകുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്, വെള്ളം തീരെ കുറവാണ്. അതെ നമ്മുടെ ജസ്റ്റ് ഈ വരുന്ന വഴിക്ക് അരുവിയിലൊന്നും ഇറങ്ങിയാണ്. നമ്മൾ അവിടെയാണ് വണ്ടി നിർത്തിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു. ഇതേപോലെ ചെറിയ ചെറിയ അരുവി ഒഴുകുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. മുഖമൊക്കെ കഴുകണമെന്നവർക്ക് കഴുകാം. കുറച്ചുകൂടെ വഴി ഇപ്പോൾ തിങ്ങി വരുന്നുണ്ട്, അതായത് കുറച്ചുകൂടെ ഡെൻസായിട്ട് വരുന്നുണ്ട്. ഇവിടേക്ക് ഈ ഈറ്റക്കാടുകളാണ്, അതാണ് ഈ ആനകൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ആനശല്യമുള്ള ഏരിയയാണ്. എന്തായാലും നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് ചേട്ടൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക കേട്ടോ. കാടിനകത്തായാലും ഇതിന് കുറവൊന്നുമില്ല. അതുകൊണ്ടോ എല്ലായിടത്തും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അരുവി, ഇത് വേനൽക്കാലമാണ് ഞങ്ങൾ വന്നത്. മാർച്ച് ഒരു പകുതിയായി. അതുകൊണ്ട് തന്നെ വെള്ളം തീരെ കുറവാണ്, ഒഴുക്കില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നിറഞ്ഞൊഴുകുന്ന സ്ഥലമാണ്. ഏകദേശം നമ്മുടെ നടത്തത്തിൻ്റെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഒരു മണിക്കൂർ ട്രെക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവർ പൊതുവേ 45 മിനിറ്റ് എന്നാണ് പറയുന്നത്, അതായത് ഏകദേശം 2 കിലോമീറ്റർ. പക്ഷേ നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യ സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എന്തായാലും 1 മണിക്കൂർ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാടാണ് കേട്ടോ, തിക് ഫോറസ്റ്റാണ്. എപ്പോൾ വന്നു? അതായത് എത്ര, 2 മണി വരെ? 1 മണി വരെ. ഇപ്പോൾ നമ്മൾ കുറച്ച് മരങ്ങൾ ഇല്ലാത്ത, അതായത് മരങ്ങളുണ്ട് പക്ഷേ ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്നൊരു ഭാഗത്തെത്തി. അതുകൊണ്ട് ഇത്തിരി വെയിലുണ്ട്. പറഞ്ഞില്ലേ, ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ജൂൺ തൊട്ട് മെയ് അവസാനം തൊട്ട് ഉള്ള ഒരു സമയമായിരിക്കും നല്ലത്. ഇവിടെയൊക്കെ പല മരങ്ങളുടെയും ഇതിൽ ബോർഡ് പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് കാര്യമാണ്. കൊള്ളാം, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ആ മരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മളിങ്ങനെ നടന്ന് ഇവിടെ വന്നപ്പോൾ അതെ മരം വീണ് കിടക്കുന്നു കണ്ടോ. ഉള്ളൊരു ഫോട്ടോ പോയിൻ്റാണ്. ഞങ്ങളിവിടുന്ന് സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ കൊടുത്ത ചേട്ടനും ഫോട്ടോ എടുത്ത് തരും. റോസ് സാൻഡൽവുഡ്. ഇവിടെ തേനീച്ച ഗവേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് കാണുന്നുണ്ട്. എനിക്കൊന്നൊരു ആ പെട്ടിക്കുള്ളിൽ തേനീച്ചയാണ്. ധാരാളം കിളികളുടെ സൗണ്ട് കേൾക്കാം. ഉണ്ടോ, നല്ല വെറൈറ്റി. നമ്മൾ നഗരങ്ങളിലൊന്നും കേൾക്കാത്ത ടൈപ്പ് കിളികളുടെ സൗണ്ട് ഇവിടെ ധാരാളം കേട്ടിട്ടാണ്. ഇവിടെ ഉണ്ടോ? അതെ, നമ്മളുദ്ദേശിച്ചത് ദയവായി ശല്യപ്പെടുത്തരുതെന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ പേടിയുണ്ട്. ഇവിടെ വഴിയിലൊക്കെ ആനപ്പിണ്ടമുണ്ട്. അപ്പം ആനയുള്ള സ്ഥലമാണ്.
അത് ആനയെ ഓടിക്കാനായിട്ട് ഒരാൾ വടിയെടുത്തിട്ടുണ്ട്. ഇതാണ് ഏഴിലം പാല. ഡെവിൾ ട്രീ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് കേട്ടോ, അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ സ്പീഡിൽ നടക്കാം. ധാരാളം ആനപ്പിണ്ടങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം. ആനയെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല, കാരണം ഇതിൻ്റെ ഇടയിൽ ഓടിപ്പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുത്തനെ ഒക്കെ ഇറക്കവും കയറ്റമൊക്കെ ആയതുകൊണ്ടേ. അഭ്യർത്ഥിയായ ജവഹറിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുന്നുണ്ടോ? പക്ഷേ വെള്ളച്ചാട്ടം ഇനി ആയിട്ടില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച് എത്തിയത് ഈ മല നമ്മളിനി കയറി ഇറങ്ങണം. മലയല്ല, ആ ചെറിയൊരു പാറക്കെട്ട് നമ്മൾ പിടിച്ച് വലിച്ച് കയറി അപ്പുറത്ത് പോകണം. കവർ പിടിക്കണോ? അല്ലല്ലോ ഭയങ്കര കഠിനമായ ട്രക്കായിരുന്നു. അതെ, കണ്ടില്ലേ, വളരെ സൂക്ഷിച്ച് കയറേണ്ട ഒരു സ്പോട്ടാണേ. ചേട്ടൻ പറയുന്ന കേട്ട് മാത്രം കയറുക. ഒരു മരപ്പാലമുണ്ട് ഫ്രണ്ടിൽ. ഒരു സമയം ഒരാൾ മാത്രമേ കയറാൻ പാടുള്ളൂ. ഓക്കെ. അയ്യോ, സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നടക്കാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് കയറ്റം ഇറക്കങ്ങളൊക്കെ വന്നപ്പോൾ ഇത്തിരി ടഫായി തോന്നി തുടങ്ങി. പക്ഷേ ഇതിലും വലിയ ട്രെക്കിംഗ് സ്പോട്ടുകൾ നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. പക്ഷേ എന്തായാലും ഇതൊരു തുടക്കമായിട്ട് എടുക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തിരി വലിയൊരു ട്രെക്കിംഗ് ചെയ്യുന്നത്. ഇത്തിരി നിരപ്പുള്ളൊരു സ്ഥലത്തെത്തി. നമ്മളിപ്പോഴും വെള്ളച്ചാട്ടം എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ നടന്ന് വന്നപ്പോൾ ദേ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം. ഇതല്ല ഒറിജിനൽ വെള്ളച്ചാട്ടം. ഇനി നടക്കണം, ദേ അതുവഴിയൊക്കെ പോകണം. ഇത് സാമ്പിളാണ്. അന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു വലിയ മരം, അതിൻ്റെ പേര് റെഡ് സിൽക്ക് കോട്ടൺ ട്രീ, മലയാളത്തിൽ മുള്ളിലവ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അങ്ങോട്ടാ പോകേണ്ടത്. ഞാൻ ഫോട്ടോ എടുക്കുന്ന തരത്തില്ല. അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ വലിയ മരം, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ വലുത് പോലെ. ഈ മഴയുള്ള സമയത്തൊക്കെ ഇതിനകത്തുനിന്ന് ഊറ്റൊക്കെ ഉള്ളതാണ്. അതാണ് ഇതിനകത്തൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നെന്താ ചെറുതായിട്ട് വെള്ളം പോകുന്നുണ്ട്. ഇപ്പം ഇല്ല, അവിടെ കെട്ടിക്കിടപ്പുണ്ട് ഉണ്ടോ. ഇപ്പം മഴക്കാലം ബെസ്റ്റ് ടൈമായിരിക്കും. പക്ഷേ അട്ട ഉണ്ടാവേ, അത് സൂക്ഷിക്കണം. പിന്നെ അത് എക്സ്പെക്റ്റഡ് ആണ്. കണ്ണാടി അപ്പ് നല്ല സ്പോട്ടല്ലേ. കൊള്ളാം, കിടില സ്പോട്ട്. ഒരു മഴയൊക്കെ പെയ്താ രാത്രിക്ക് സുഖമായിരിക്കും. ഇതേ കുറേ വള്ളികളൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ പാറയൊക്കെ കിടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ പോലത്തെ സൗണ്ട് ഇവിടെ കുറച്ച് കൂടുതൽ കേൾക്കാം. അപ്പോൾ നമ്മൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ എത്താറായി എന്ന് പറഞ്ഞു. ആ ഒരു ആശ്വാസത്തിൽ പിന്നെ മുന്നോട്ട് പോകണം. ഇതേപോലുള്ള വലിയ വലിയ കയറ്റങ്ങൾ, ഇത് ചെറുത്, ഇനിയും ഒരുപാട് വലിയ വലിയ കയറ്റങ്ങൾ നമ്മൾ കടന്നിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, നല്ല കുത്തനെയുള്ള കയറ്റങ്ങൾ ധാരാളമുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് ട്രെക്കിംഗ് ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ സംഭവമായിട്ട് തോന്നാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് നടത്തം തുടരാം. ഇനി നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിലെത്തിയിട്ട് കാണാം. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. കണ്ടോ, വേനൽക്കാലമാണെങ്കിലും അത്യാവശ്യം വെള്ളമുണ്ട്. നമുക്ക് ഈ ഒരു തട്ട് കണ്ടോ, അതിൻ്റെ മുകളിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നമുക്ക് അതാണ് മെയിൻ വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ നമുക്ക് ചെറുതായിട്ട് കാണാം. അപ്പോൾ എന്തായാലും മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് അവിടെയാണ് പോകേണ്ടത്. പോയി നോക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ താഴെ നിന്ന് കണ്ട വെള്ളച്ചാട്ടം ദോ അതാണേ. പക്ഷേ നമുക്ക് പോകേണ്ടത് ആ ഭാഗത്താണ്. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഈ കയറ്റമൊക്കെ കയറിയിട്ട് വേണം അവിടെ എത്തി. പക്ഷെ എന്തായാലും ഏകദേശം എത്തി. ഒരു ബോർഡൊക്കെ വെച്ചത്. നമ്മൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല വെയിലാണ് ആ ഭാഗത്ത്. ഇങ്ങനെ താഴെയാണ് വെയിലില്ലാത്തത്. പാറയുടെ തണലുണ്ടാവും. വൈൽഡ് നട്ട്ബഗ് ചോരപ്പൈ. അപ്പോൾ അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അപ്പോൾ ഞങ്ങളിതേ പതുക്കെ അങ്ങോട്ട് നടന്നു പോകാൻ. അപ്പോൾ അവിടെ ഓൾറെഡി ആൾക്കാരുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇത് ആക്ച്വലി കുറവാണ് വെള്ളച്ചാട്ടം. മഴക്കാലം ആകുമ്പോൾ ചിന്തിച്ച് നോക്കും. ചില സമയങ്ങളിലൊക്കെ ഈ വെള്ളച്ചാട്ടം അടയ്ക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമുക്കിവിടെ ഇങ്ങനെ ഒരുപാട് ഡ്രൈ പ്ലേസസ് ഉള്ളതുകൊണ്ടേ നടക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. എന്താ അപ്പോൾ നമ്മുടെ വാഴവന്തോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. മറ്റൊരു വീഡിയോയിൽ വരാം. ബൈ.